ഫ്ലാഷ് ബാക്ക്. സെക്രട്ടേറിയറ്റിൽ വെച്ചാണ് എനിക്ക് ആദ്യത്തെ ദുരനുഭവം എനിക്ക് ഉണ്ടായത്. ആദ്യത്തെ ആള് ജയസൂര്യ തന്നെയാണ്. The next day. ഇപ്പോൾ നടൻ ജയസൂര്യ വിദേശത്ത് നിന്ന് തിരിച്ചെത്തിയിരിക്കുകയാണ്. അദ്ദേഹം വിമാനത്താവളത്തിലേക്ക് ഇറങ്ങുകയാണ്. കഴിഞ്ഞ ഒരു മാസത്തോളമായി അദ്ദേഹം അമേരിക്കയിലായിരുന്നു. ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉയർന്ന സമയത്ത് അദ്ദേഹം അമേരിക്കയിലായിരുന്നു. എപ്പോഴും അങ്ങനെ ടൂറില്ല. ഇപ്പൊ രാവിലെ നമ്മൾ കണ്ടിട്ട് ഒരു 3 മണിക്കൂർ കഴിഞ്ഞ് വിളിച്ചു ചോദിച്ചാൽ പറയും ജപ്പാനിലാണ്. അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ ആരോപണങ്ങളെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലത് പറയിപ്പിക്കാൻ വേണ്ടി ഒന്ന് ശ്രമിക്കണ്ടെന്നേ. നന്നായിട്ട് സ്നേഹിച്ചാൽ മതി, ആത്മാർത്ഥമായിട്ട് സംസാരിച്ചാൽ മതി. ആരോപണങ്ങളിൽ ഏറെ വേദനയുണ്ടെന്നും താനിപ്പോൾ അമേരിക്കയിലായിരുന്നുവെന്നും എല്ലാം അദ്ദേഹം നേരത്തെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം നാട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. 6 വർഷത്തെ ഇടവേള കഴിഞ്ഞ് ഇന്ദുചൂടൻ വന്നിരിക്കുന്നു. പുതിയ കളികൾ കാണാനും ചിലത് കാണിച്ച് പഠിപ്പിക്കാനും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കേസ് രണ്ടും കോടതിയിൽ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ലോയർ ഒരു എക്സാക്ട് ഒരു ഡേറ്റ് പറയും. ആ ഡേറ്റിന് നമുക്ക് എന്തായാലും കാണും. നമ്മൾ എന്തായാലും കാണും. ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് മോനെ. നമുക്ക് അതെല്ലാം നിങ്ങൾക്ക് അതെല്ലാം വഴിയെ മനസ്സിലാവുമല്ലോ. അത് വ്യാജ പരാതിയാണെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് താങ്കൾ പറഞ്ഞിരുന്നത്. അതൊക്കെ എന്താണ്? അത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. ഓക്കെ, എല്ലാവരും വരാനുള്ളവരാണെങ്കിൽ എന്തായാലും വരും. അതിന് അതിൻ്റെ സമയം എടുക്കണം.